ഈ വീഡിയോ ആരൊക്കെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ടോലൊക്കെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തിട്ടോ. ഈ കുട്ടീൻ്റെ അടുത്ത് വല്ല നായുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായ സംഭവമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ പെട്ടെന്ന് ചാടി നീച്ചിട്ട് എനിക്ക് ഇവിടെ തന്നെ ഇറങ്ങണം കണ്ടക്ടറെ എന്ന് പറഞ്ഞാൽ ചില ബസ്സുകൾ നിർത്തൂല. അധിക ബസ്സും എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തും, ചില ബസ്സുകൾ എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തൂല. അത് കറക്റ്റ് അറിയില്ല തോന്നുന്നത്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനത്തെ ബസ്സിൽ കയറിയിട്ട് എനിക്ക് ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ് ചാടി നീച്ചാൽ ആ കണ്ടക്ടർ ബസ് നിർത്തുമോ? നിർത്തൂല. കണ്ടക്ടർ പറയണം നിർത്തണമെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ കണ്ടക്ടർ ആവർത്തിച്ച് പറയുന്നുണ്ട് നമുക്ക് ഈ സ്റ്റോപ്പിൽ ബസ് നിർത്താൻ പറ്റൂല, അങ്ങനെ നിർത്തുന്ന ബസ്സല്ല എന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് ഇവിടെ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ ബസ്സിൽ ആകപ്പാട് ഒച്ച ഉണ്ടാക്കിയിട്ട് മാറി മാറി വീഡിയോ എടുത്തിട്ട് വൈറലാവാൻ ശ്രമിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവസാനം മൂഞ്ചിപ്പോയി. എന്നിട്ട് ചൂടായിട്ട് ആ ബസ്സിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം അതിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് ആൾ പോയത്. അങ്ങനത്തെ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തിനാണ്? അവസാനം മൂഞ്ചിപ്പോയില്ലേ? മാസാവാൻ നോക്കി അവസാനം മൂഞ്ചിപ്പോയി. അതന്നെ സംഭവം. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ വൈറലാവാൻ പണ്ടൊക്കെ ഉണ്ടേനി സ്ത്രീകൾ എന്ത് ചെയ്താലും എല്ലാവരും ഓല വേക്കിൽ നിന്ന് ഓല സപ്പോർട്ട് ചെയ്യുമെന്ന്. ഇതിനൊരു കുട്ടിയും സപ്പോർട്ട് ചെയ്തു. ആ ബസ്സിൽ വേറെ ആരും ഇല്ല. എന്തുകൊണ്ട് ആരും സപ്പോർട്ട് ചെയ്യാത്തത്? എന്തെങ്കിലും ന്യായം വേണം. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പറയണേനും പിടിക്കുന്നതിനും ന്യായം വേണം. ന്യായം ഉണ്ടെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു കുട്ടി സപ്പോർട്ട് ചെയ്യില്ല. പണ്ടൊക്കെ ഉണ്ടേനി പെൺകുട്ടികൾ എന്ത് പറഞ്ഞാലും ആൾക്കാർ ഓലെ വേക്കില്ല. അപ്പോൾ ഓൽക്കന്നെ അറിയാം നമ്മൾ എന്ത് പറഞ്ഞാലും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അല്ലേ? ഇന്ന് ആ കാലഘട്ടം മാറിക്കണ്, എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെ വൈറലാവുകയും ചെയ്യില്ല. വീഡിയോ എടുത്തിട്ട് എന്തുണ്ടെങ്കിലും അനങ്ങിയാൽ പിടിച്ചാൽ വീഡിയോ എടുക്കുക, വൈറലാവുക. അങ്ങനെ വൈറലാവാനാണ് എന്തായാലും മാസമായി അവസാനം മൂഞ്ചിപ്പോയിക്കണം. ഒരു നായും ഇല്ല, ഒരു നിലക്കും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ പറയുക, കണ്ടക്ടർ ആവർത്തിച്ച് പറയുന്നുണ്ട് അത് അവരുടെ ഡ്യൂട്ടിയാണ്, അവർ ചെയ്യുന്ന ജോലിയാണ്. ഇവിടെ നമുക്ക് സ്റ്റോപ്പില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും എനിക്ക് ഇവിടെ ഇറങ്ങാൻ തന്നെ പറ്റുള്ളൂ, ഞാൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞ് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അവസാനം ആരാ നഷ്ടപരിഹാരം കൊടുത്തത്? ആരാ മൂഞ്ചിപ്പോയത്? അതിലൊരു കാര്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട എത്ര ആൾക്കാരുണ്ട് ഇവിടെ കണ്ടിട്ട് നിങ്ങൾക്ക് വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക മറക്കല്ലേ. അപ്പോൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.